ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുവിധുമായ മുമ്പേ എന്ന നോവലിൻ്റെ 11ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കുഞ്ഞിന് നമ്മളാരെയും മനസ്സിലായില്ലെന്ന് തോന്നുന്നു, ആശങ്കയോടെ വിധുബാല പറഞ്ഞു. പേടിക്കാനില്ല, ഷീ ഈസ് സ്റ്റിൽ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സെഡേഷൻ. അല്പനേരം കൂടി കഴിയുമ്പോൾ നോർമലാകും, ജയശങ്കർ ആശ്വസിപ്പിച്ചു. അവൾക്ക് എന്തെങ്കിലും ഇൻറ്റേർണൽ ഇഞ്ചുറി? വിജയേന്ദ്രൻ സംശയം അറിയിച്ചു. അങ്ങനെയൊന്നും സംഭവിച്ചില്ല സർ. 8 മണിയാകുമ്പോൾ ഡോക്ടർ നൂർജഹാൻ വരും. അപ്പോൾ സാറിന് നേരിട്ട് വേണമെങ്കിൽ ചോദിക്കാം. വേണ്ട, എനിക്ക് ജയനെ വിശ്വാസമാണ്. നമുക്ക് വെളിയിലിരിക്കാം സർ. വിജയേന്ദ്രനെയും കൊണ്ട് ജയശങ്കർ പുറത്തേക്ക് നടന്നു. അവർ വീണ്ടും വന്ന് വെയിറ്റിംഗ് റൂമിലിരുന്നു. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ് അവൾ. പക്ഷെ വിധു അപ്പോഴേക്കും വന്നതുകൊണ്ട് ആ ദുഃഖം കുട്ടിക്കാലം മുതൽക്കേ അവൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അവൾക്ക് താങ്ങും തണലുമായിട്ട് വിധുവും ഞാനും ഉണ്ടായിരുന്നു. ഇതുവരെ ആരിൽ നിന്നും ഒരു മോശമായ അനുഭവം അവൾക്കുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതവൾക്ക് താങ്ങാൻ കഴിഞ്ഞു കാണില്ല. വിജയേന്ദ്രൻ സ്വയം എന്നോണം പറഞ്ഞു. ജയശങ്കർ നിശബ്ദനായി ഇരുന്നതേയുള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാനും വയ്യ. കാരണം അതിൻ്റെ പേരിൽ അവളിനി എന്തൊക്കെ ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ഓർക്കുമ്പോഴാണ്. മെൻ്റൽ ഷോക്കിനെ കുറിച്ചാണോ പറയുന്നത്? ജയശങ്കർ ചോദിച്ചു. അത് മാത്രമല്ല, തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പോലീസും കോടതിയും. അതിനും മാർഗമുണ്ടല്ലോ സാർ. നമുക്ക് കംപ്ലൈൻ്റ് ഇല്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തെമ്മാടികളെ രക്ഷപ്പെടുത്താൻ മനസ്സനുവദിക്കുന്നില്ല ജയ. എന്തായാലും മോളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് മതി. അപ്പോഴാണ് ജയശങ്കറിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. അജിത്താണ് വിളിച്ചത്. ജയശങ്കർ പുറത്തേക്ക് നടന്നു. അജിത്ത്. അയാൾ കോൾ എടുത്തു. സുസ്മിതയുടെ അച്ഛൻ എന്തു പറഞ്ഞു? പോലീസിൽ പെറ്റീഷൻ കൊടുക്കണമെന്നാണോ, അതോ? സുസ്മിതയുടെ അച്ഛന് അതാണ് താല്പര്യം. ദി കൾപ്രിറ്റ് ഷുഡ് ബി ഹുക്ക്ഡ് എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ ആ കുട്ടിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് ഇതങ്ങനെ വെറുതെ വിടരുത് ചേട്ടാ. ആ കുട്ടി പിൻവലിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി അതിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം. സ്ത്രീത്വത്തോട് കാണിച്ച അപമാനമാണ്, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഞാൻ പറയത്തെ, ഞാനിവിടെ ഇല്ലാതായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഇന്നലെ രാത്രിയിൽ തന്നെ. സാരമില്ല, വൈകിട്ടൊന്നുമില്ല. എനിക്ക് അവിടുത്തെ സബ് ഇൻസ്പെക്ടറുടെയും സർക്കിളിൻ്റെയും നമ്പർ വാങ്ങി എനിക്ക് അയച്ചു തരണേ, അയത്ത് പറഞ്ഞു. ബിനുലാൽ എന്നാണ് SIയുടെ പേര്. സമർത്ഥനായ ഒരു ഓഫീസറാണ് അയാൾ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമ്പർ ഞാൻ വാങ്ങിക്കാം. തീരുമാനം എന്തായാലും എന്നെ വിളിക്കണേ. ഞാൻ വിളിക്കാൻ എത്ത്. ഹൗ ഇസ് ഷീ? സ്റ്റിൽ അൺകോഷ്യൻസ്. പിന്നെ കൊടുത്ത ഡ്രഗിൻ്റെ ആണ്. അതർവൈസ് ഷീ ഈസ് ഫൈൻ, ജയശങ്കർ അറിയിച്ചു. ശരി ചേട്ടാ, എന്താണെങ്കിലും എന്നെ വിളിക്കൂ. അജിത്തിനോട് സംസാരിച്ചു കഴിഞ്ഞ് ജയശങ്കർ ഒരു നിമിഷം ആലോചനയോടെ നിന്നു. ഇൻവെസ്റ്റിഗേഷൻ നീണ്ടുപോയാൽ അത് കല്യാണത്തിന് തടസ്സമാകുമോ? അയാൾ വിജയേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. അയത്താണ് വിളിച്ചത്. ഇവിടെ വെച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കരുത് എന്നാണ് അവൻ പറയുന്നത്. മറുപടി പറയാതെ അദ്ദേഹം മെല്ലെ തലകുലുക്കി. സുസ്മിയുടെ കൈത്തണ്ടയിൽ മെല്ലെ തലോടി. പ്രാർത്ഥനയോടെ വിധുബാല അവളുടെ ബെഡിനടുത്തേക്ക് നീക്കിയിട്ട കസേരയിലിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ കണ്ണു തുറന്ന് നോക്കിയെങ്കിലും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് മോളെ എന്ന് അവൾ വിളിച്ചെങ്കിലും കണ്ണുകൾ ഉടൻ തന്നെ അടയ്ക്കുകയും ചെയ്തു. ആൻറ്റി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സുസ്മിത ദുർബലയായി വിളിച്ചു. എന്താ മോളെ? പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ച് വിധുബാല ചോദിച്ചു. സുസ്മിത ഒരു നീണ്ട നിമിഷത്തിന് ശേഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. നമ്മൾ വീട്ടിലല്ലേ? ഒടുവിൽ അവൾ ചോദിച്ചു. അല്ല, നമ്മൾ ഹോസ്പിറ്റലാണ്. വിധുബാല പറഞ്ഞത് മനസ്സിലാക്കാൻ അവൾ അല്പസമയം എടുത്തു. എനിക്കെന്താ അസുഖം? എൻ്റെ മോൾക്കൊരസുഖമില്ല. വിധുബാല അവളുടെ ശിരസിൽ തലോടി. പിന്നെന്തിനാ എന്നെ ഇവിടെ കിടത്തിയിരിക്കുന്നത്? വിധുബാലയ്ക്ക് മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞില്ല. അല്പനേരം കൂടി സുസ്മിത ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു കിടന്നു. പക്ഷേ അവൾ ഉറക്കത്തിൽ ഞെട്ടിയുണ്ടിരുന്നത് പോലെ പെട്ടെന്ന് എഴുന്നേറ്റു. ആൻറ്റി, അവരെന്നെ കൊല്ലും. അവൾ ഭയത്തോടെ വിധുബാലയെ ഇറുക്കി പിടിച്ചു. ഇല്ല മോളെ, ആരും നിന്നെ ഒന്നും ചെയ്യത്തില്ല. ആൻറ്റി ഇല്ലേ നിൻ്റെ കൂടെ? വിധുബാല അവളെ ചേർത്ത് പിടിച്ചു. മൂടൽമഞ്ഞിലൂടെ കാഴ്ച പോലെ സുസ്മിതയ്ക്ക് പിന്നെയെല്ലാം ഓർമ്മ വരുന്നു. എല്ലാം സാവധാനം ഓർമ്മ വരുന്നത് പോലെ.
ഇറുകിയടച്ചിരുന്ന കണ്ണുകൾ മെല്ലെ അവൾ തുറന്നു. വിധുബാലയെ നോക്കി. ഞാൻ എങ്ങനെ ആൻറ്റി ഇവിടെ വന്നത്? അവൾ ചോദിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മോള് കാറിൽ വന്നത് ഓർമ്മയില്ലേ? ഉണ്ട്. ബൈക്കിൽ വന്ന രണ്ടുപേർ എൻ്റെ കാറിന് മുമ്പിൽ മറഞ്ഞു വീണു. പേടിച്ച് ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ അവരെന്നെ... നടുക്കത്തോടെ അവൾ വീണ്ടും വിധുബാലയെ കെട്ടിപ്പിടിച്ചു. പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം കൊച്ചു കൊച്ചു വാക്കുകളിൽ വിധുബാല അവളെ പറഞ്ഞു കേൾപ്പിച്ചു. ആരാ എന്നെ രക്ഷപ്പെടുത്തിയേ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അപ്പോൾ അതുവഴി വന്ന രണ്ട് ചെറുപ്പക്കാർ, രാകേഷ് എന്നും സുഹാസ് എന്നുമാണ് പേര്. അവരെ കണ്ട മോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആ രണ്ടുപേരും കടന്നു കളഞ്ഞത്. രാകേഷും സുഹാസും കൂടിയാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് വന്നിട്ടാണ് മോളെ ഇവിടെ കൊണ്ടുവന്നത്. ജയശങ്കർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായത്. ഡോക്ടർ ഇതൊക്കെ അറിഞ്ഞോ? ഞെട്ടലോടെ അവൾ ചോദിച്ചു. ജയശങ്കർ അവിടെ ആദ്യം വന്നത്. വിജയേട്ടൻ മൂവാറ്റുപുഴയ്ക്ക് പോയിരിക്കുകയായിരുന്നല്ലോ. വിധുബാല അതെല്ലാം അവളോട് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ നൂർജഹാൻ വന്നത്. എഴുന്നേറ്റ് ബെഡിലിരിക്കുന്ന സുസ്മിതയെ കണ്ടപ്പോൾ ഡോക്ടർക്ക് വലിയ സന്തോഷമായി. ഡോക്ടർ അവളെ വിശദമായി പരിശോധിച്ചു. യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. മനസ്സിലായില്ലേ? അവളുടെ ചുമലിൽ തട്ടി ഡോക്ടർ പറഞ്ഞു. അവൾ സാവധാനം തല ചലിപ്പിച്ചു. ഡോക്ടർ നൂർജഹാൻ പോയി. വിജയേട്ടൻ വെളിയിലുണ്ട്. ജയശങ്കറും. അവർക്ക് മോളെ കാണാൻ ആഗ്രഹം കാണും. ഞാൻ വിളിക്കട്ടെ? വിധുബാല ചോദിച്ചു. അവൾ മൂളി. വിധുബാല മൊബൈലെടുത്ത് വിജയേന്ദ്രനെ വിളിച്ചു. മോള് പറയുന്ന വിജയേട്ടനെ കാണണമെന്ന്. ഞങ്ങളിതാ വരുന്നു, പെട്ടെന്ന് വിജയേന്ദ്രൻ പറഞ്ഞു. ഒരു മിനിറ്റ് എടുത്തില്ല. അതിനു മുമ്പ് ജയശങ്കറോടൊപ്പം അദ്ദേഹം വന്നു. മോളെ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. അദ്ദേഹം അവളുടെ നെറ്റിയിൽ മെല്ലെ തലോടി. അറിയാതെ സുസ്മിതയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ മൂന്നുപേരും അല്പനേരം അവളോട് സംസാരിച്ചു. അന്തരീക്ഷത്തിൽ ഒരയവ് വന്നു. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്, വിധുബാല അറിയിച്ചു. അതെ, എത്രയും വേഗം നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം, വിജയേന്ദ്രൻ പറഞ്ഞു. ഞങ്ങളെക്കാൾ മുമ്പേ ജയശങ്കറാണ് ഇവിടെ എത്തിയത്. രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞല്ലേ, ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കൂ, വിധുബാല പറഞ്ഞു. ഉറക്കമൊഴിയുന്നത് എനിക്ക് ശീലമാണ്, അത് കുഴപ്പമില്ല, അയാൾ പറഞ്ഞു. പോലീസാണ് മോളെ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അവരുടെ സഹായം ഇനിയും വേണമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? വിജയേന്ദ്രൻ ഒടുവിൽ കാര്യം അവതരിപ്പിച്ചു. അച്ഛൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. അച്ഛൻ തീരുമാനിക്കൂ. എന്തായാലും എനിക്ക് സമ്മതമേ ഉള്ളൂ. ആരാണ് ഈ അതിക്രമം ചെയ്തതെങ്കിലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ഒരു ഫോർമൽ കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ? എൻ്റെ മോളൊന്നുകൊണ്ടും പേടിക്കണ്ട. നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അച്ഛൻ നോക്കിക്കൊള്ളാം. സുസ്മിത അപ്പോൾ ജയശങ്കറിനെ ഒന്ന് നോക്കി. അജിത്തിനെ ഞാൻ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകാൻ തന്നെയാണ് അവനും പറഞ്ഞത്. അവൾ മെല്ലെ കണ്ണുകൾ അടച്ചു. ശരി മോളെ, നീ ഒന്നും ഓർക്കണ്ട, ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. വിജയേന്ദ്രനും ജയശങ്കറും വീണ്ടും വെളിയിലേക്ക് വന്നു. അജിത്തിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ പോലീസ് കംപ്ലൈൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യാം. സാറ് ഫ്രീ ആകുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കൊണ്ടുപോകാം. വായിച്ചു നോക്കി മാറ്റം വല്ലതും വരുത്തണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുക്കാം, ജയശങ്കർ പറഞ്ഞു. അങ്ങനെ ചെയ്യാം. താങ്ക്സ് ഫോർ എവറിത്തിങ്. വിജയേന്ദ്രൻ അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. നമ്മുടെ കുട്ടിയല്ലേ സാറേ, ഇതൊക്കെ എൻ്റെയും കടമയല്ലേ. ജയചന്ദ്രൻ യാത്ര പറഞ്ഞു വീട്ടിലേക്ക് പോയി. 8 മണി കഴിഞ്ഞ് രാകേഷ് ഉണർന്നെഴുന്നേറ്റില്ല. രേഷ്മ അയാളുടെ മുറിയിലേക്ക് ചെന്നു. ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ് അയാൾ. രാത്രി വളരെ വൈകിയല്ലേ ഉറങ്ങാൻ കിടന്നത്, ഉണർത്തണ്ട. അവൾ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് രാകേഷ് കണ്ണു തുറന്നത്. ചേച്ചി, അയാളെ വിളിച്ചു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. സമയത്തിലായി 8:15, അവൾ പറഞ്ഞു. നേരം പോയതറിഞ്ഞില്ല. അയാൾ വേഗം എഴുന്നേറ്റു. ഞാൻ രാവിലെ പത്രം മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി. ആ വാർത്ത വന്നിട്ടില്ല കേട്ടോ, രേഷ്മ പറഞ്ഞു. വരാനുള്ള സമയമായിട്ടില്ല. പോലീസിൽ നിന്നേ പത്രക്കാർക്ക് വാർത്ത കിട്ടും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന്. വാർത്തയൊക്കെ വന്നാൽ പിന്നെ ആ കുട്ടിയുടെ കാര്യം കഷ്ടമാവില്ലേ, രേഷ്മ വിഷമത്തോടെ പറഞ്ഞു. വാർത്ത വന്നാലും ആ കുട്ടിയുടെ വ്യക്തിപരമായ ഒരു കാര്യം പുറത്തുവിടില്ല. ഇപ്പോൾ അക്കാര്യത്തിലും പോലീസൊക്കെ നിയമമൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. ഒന്ന് പോയി അന്വേഷിക്കണ്ടേ, രേഷ്മ ചോദിച്ചു. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യമാണ് അവർ ഉദ്ദേശിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. പോണം. അതിനു മുമ്പ് സുഹാസിനെ ഒന്ന് വിളിക്കട്ടെ. അച്ഛനും അമ്മയും അത് വല്ലതും അറിഞ്ഞോ, അയാൾ ചോദിച്ചു. ഇല്ല, പറയണം. അവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പോലീസ് അന്വേഷണം തുടങ്ങിയാൽ അവരിവിടെ വന്നെന്നിരിക്കും, അല്ലെങ്കിൽ എന്നെ വിളിപ്പിക്കും, അയാൾ പറഞ്ഞു. ഞാനൊരു സൂചന കൊടുത്തേക്കാം. വിശദമായി നീ തന്നെ പറഞ്ഞാൽ മതി. കുളിക്കണമെങ്കിൽ കുളിക്ക്. ഞാൻ അപ്പോഴേക്കും ചായ ഉണ്ടാക്കാം,
രേഷ്മ പോയപ്പോൾ രാകേഷ് മൊബൈലെടുത്ത് സുഹാസിനെ വിളിച്ചു. നിന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു ഞാൻ. സുഹാസ് ഉടൻ തന്നെ കോളെടുത്തു. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, നീ ഫ്രീ ആണോ? രാകേഷ് തിരക്കി. ഞാനും വരാം, അത് പറയാനാണ് ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയത്. എന്നാലിനി സമയം കളയണ്ട, വേഗം വാ. ശരിയടാ. രാകേഷ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഊണുമുറിയിൽ സുഹാസിൻ്റെ സംസാരം കേട്ടു. രേഷ്മയും രാജേശ്വരിയും ഉണ്ടായിരുന്നു അവിടെ. തലേ ദിവസം നടന്ന സംഭവങ്ങൾ അമ്മയോട് പറയുകയാണ് അവനെന്ന് അയാൾക്ക് മനസ്സിലായി. ചായ കുടിക്കാനായി രാകേഷ് അവിടെ ചെന്നു. അമ്മയുടെ മുഖത്ത് സംഭ്രമം കണ്ടപ്പോൾ, നിങ്ങൾ ചെയ്തതൊരു പുണ്യപ്രവൃത്തി തന്നെ മോനെ, പക്ഷെ അവർ നിങ്ങളെ വല്ല ആയുധം എടുത്ത് തിരിച്ച് ആക്രമിച്ചിരുന്നെങ്കിലോ? രാജേശ്വരി ചോദിച്ചു. അന്നേരം ഒരു പേടിയും തോന്നില്ല അമ്മേ. എന്താണ് സത്യത്തിൽ നടക്കുന്നതെന്ന് പോലും അറിയാതെയാണ് രാകേഷ് പറഞ്ഞു. അരിപ്പൊട്ടും കടലക്കറിയും കഴിച്ചുകൊണ്ടാണ് പിന്നെ അവർ സംസാരിച്ചത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി എനിക്കറിയാമല്ലോ എന്ന് മനസ്സിലായത്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്, രാകേഷ് പറഞ്ഞു. ഒരു കാരണവുമില്ലാതെ ലോകത്ത് ഒരു കാര്യവും സംഭവിക്കില്ല രാകേഷേ, രാജേശ്വരി പറഞ്ഞു. അമ്മ പറഞ്ഞതിൻ്റെ പൊരുള് പക്ഷേ അയാൾക്ക് മനസ്സിലായില്ല. സുഹാസിനോടൊപ്പം സിൽവർ ലൈൻ ഹോസ്പിറ്റലിൽ രാകേഷ് ചെന്നപ്പോൾ അവിടെ വിജയേന്ദ്രൻ ഉണ്ടായിരുന്നു. രാകേഷ് ഇപ്പോൾ വന്നത് നന്നായി, സുസ്മിതയെ ഡിസ്ചാർജ് ചെയ്യും ഉടൻ, 1 മണിക്കൂറിനകം പോകാൻ പറ്റുമെന്ന് തോന്നുന്നു, സന്തോഷത്തോടെ അദ്ദേഹം പറഞ്ഞു. സുസ്മിതയ്ക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ സാർ? ഇല്ല, മോളെ ഒന്ന് കണ്ടിട്ട് പോകും, അവൾക്ക് കാണാൻ ആഗ്രഹം കാണും. ഒബ്സർവേഷൻ റൂമിൽ നിന്നും സുസ്മിതയെ മാറ്റിയിരുന്നില്ല. അവർ അവളുടെ അടുത്തേക്ക് വന്നു. മോളെ, ഇത് രാകേഷ്, ഇത് ഫ്രണ്ട് സുഹാസ്. വിജയേന്ദ്രൻ അവരെ അവൾക്ക് പരിചയപ്പെടുത്തി. നന്ദിപൂർവ്വം അവൾ അവരെ നോക്കി. സുസ്മിതയ്ക്ക് എന്നെ അറിയാം, സുസ്മിതയെ ഞാനും അറിയും, നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും, രാകേഷ് പറഞ്ഞു. എങ്ങനെ? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. പ്രൊഫസർ ആൻ്റണി മാത്യുവിനെ കാണാൻ ഞാൻ കോളേജിൽ വന്നിട്ടുണ്ട്. PSC റാങ്ക് ലിസ്റ്റിൽ അടുത്ത ആൾ ഞാനാണ്. ഈശ്വര, ആ ആളാണോ രാകേഷ്? വിശ്വസിക്കാനാവാതെ അവൾ ചോദിച്ചു. എല്ലാവരും നിമിത്തം പോലെ അല്ല വിജയേട്ടാ? വിധുബാല ചോദിച്ചു. അതെ അതെ, അദ്ദേഹം മെല്ലെ തലകുലുക്കി. വിധുബാല പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോഴും ആരും അറിഞ്ഞതേയില്ല. തോപ്പുംപടിയിലുള്ള ഒരു ചെറിയ ലോഡ്ജിൻ്റെ മുകൾ നിലയിലായിരുന്നു അൽഫോൺസും ചെറിയും. കട്ടണില്ലാത്ത ജനാലയിലൂടെ പ്രഭാതത്തിലെ ഇളം ചൂടുള്ള വെയിൽ അൽഫോൺസിൻ്റെ മുഖത്ത് വീണപ്പോൾ അയാൾ ഉറക്കത്തിൽ നിന്നും പെട്ടെന്നുണർന്നു. മേശപ്പുറത്തിരുന്ന ഒഴിഞ്ഞ ബ്രാൻഡി കുപ്പിയും ഗ്ലാസ്സുകളാണ് അയാൾ കണ്ടത്. തലയുയർത്തി നോക്കിയപ്പോൾ ജെറിയെ കണ്ടു. 2ാമത്തെ ബെഡിൽ അവൻ ഗാഠനിദ്രയിലാണ്. അൽഫോൺസ വീണ്ടും കണ്ണടച്ചു. തല പൊക്കാൻ വയ്യ, കഠിനമായ തലവേദന. 2 പേരും കൂടി കുടിച്ചു ബോധം നശിച്ചാണ് ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയത്. തോപ്പുംപടിയിലെ ഈ താവളം പീറ്റർ അങ്കിളാണ് ഒരുക്കി തന്നത്. ഒരു കാര്യത്തിലും ഫെഡറിക് അങ്കിൾ ഇടപെട്ടിട്ടില്ല, എല്ലാം പീറ്റർ അങ്കിളിലൂടെ മാത്രം. രക്ഷപ്പെട്ട് പാഞ്ഞു വരുമ്പോഴും പലവട്ടം പീറ്റർ അങ്കിളിനെ വിളിച്ചാലോ എന്ന് വിചാരിച്ചതാണ്, പക്ഷെ ധൈര്യം വന്നില്ല. ലോഡ്ജിൽ എത്തിയ ശേഷമാണ് വിളിച്ചത്. വിചാരിച്ച പോലെയൊന്നും നടന്നില്ല. അങ്കിൾ അപ്പോഴേക്കും തടസ്സമുണ്ടായി, ജെറിയാണ് പറഞ്ഞത്. അതോടെ പീറ്റർ അങ്കിൾ കോൾ കട്ട് ചെയ്തു. ഫെഡറിക് അങ്കിളിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് പേടിച്ചാണ് അപ്പോൾ തന്നെ കൂടി തുടങ്ങിയത്. അൽഫോൺസ് മൊബൈലെടുത്ത് സമയം നോക്കി. മണി 9:30. അയാൾ എഴുന്നേറ്റ് നിന്ന് ജെറിയെ കുലുക്കി വിളിച്ചുകൊണ്ടെത്തി. ജെറി ഞെട്ടലോടെ അയാളെ പകച്ചു നോക്കി. അപ്പോഴാണ് അൽഫോൺസ് അത് കണ്ടത്. ജെറിയുടെ വെളുത്ത കൈത്തണ്ടയിൽ ആഴത്തിലിറങ്ങിയ പല്ലുകളുടെ പാടുകൾ, ചുവന്ന മുറിയുണ്ടാക്കിയിരിക്കുന്നു, രക്തം കല്ലിച്ചു കിടക്കുന്നു. അവൾ നിന്നെ കടിച്ചോ? അൽഫോൺസ് ചോദിച്ചു. ഓർമ്മയില്ല. നിന്റെ ബ്രേസ്ലെറ്റ് എവിടെ? ജെറിയുടെ ഇടത് കൈത്തണ്ടയിൽ സ്വർണത്തിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു, അത് കാണാനില്ല. ഭയത്തോടെ അൽഫോൺസും ജെറിയും പരസ്പരം നോക്കി. അധ്യായം 24. നമ്മൾ തിരിച്ചു വരുമ്പോൾ അത് നിൻ്റെ കയ്യിലുണ്ടായിരുന്നോ? ഉയരുന്ന ഹൃദയമിടിപ്പോടെ അൽഫോൺസ് ചോദിച്ചു. അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. ഭയം കൊണ്ട് വിളറിയ മുഖത്തോടെ ജെറി പറഞ്ഞു. ഗോൾഡായിരുന്നില്ലേ അത്? യെസ്. ഗോൾഡ് ആയതുകൊണ്ടല്ലേ ചോദിച്ചത്? അതെവിടെയാണ് വീണു പോയതെന്ന് അറിയില്ലല്ലോ, അൽഫോൺസ് പറഞ്ഞു. ജെറി ഒന്നും മിണ്ടിയില്ല. ചിലപ്പോൾ ഇവിടെ തന്നെ കാണുമായിരിക്കും. പ്രതീക്ഷയോടെ 2 പേരും കൂടി ആ മുറി മുഴുവൻ അരിച്ചു പെറുക്കി തിരയാൻ തുടങ്ങി. ബെഡ്ഷീറ്റ് എടുത്ത് കുടഞ്ഞു. കട്ടിലിൻ്റെ അടിയിൽ നോക്കി. പുറത്തിറങ്ങി വരാന്തയിൽ നീളത്തിൽ നടന്ന ലോഡ്ജിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൻ്റെ അടുത്ത് വരെ ചെന്ന് നോക്കി. ഒരിടത്തും ആ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നില്ല. നിനക്കതൊക്കെ നേരത്തെ ഊരി വെക്കായിരുന്നില്ലേ? കോപത്തോടെ അൽഫോൺസ് പറഞ്ഞു. ഈ സമയത്ത് നീ ഇങ്ങനെയൊന്നും പറയാതെ. പീറ്റർ അങ്കിളിനെ വിളിച്ച് കാര്യം അറിയിക്കണ്ടേ? നീ തന്നെ വിളിക്ക്.
അമർഷമടക്കി അൽഫോൺസ് പറഞ്ഞു. വീണ്ടും റൂമിൽ വന്നു കഴിഞ്ഞാണ് ജെറി പീറ്ററെ വിളിച്ചത്. അങ്കിളെ, ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ്? ജെറി ഒരു കാര്യം പറഞ്ഞു. ഒരു നിമിഷം പീറ്ററൊന്നും വേണ്ടിയില്ല. എത്രയും വേഗം അവിടെ വരെ ഒന്ന് പോയിട്ട് വാ. സംഭവം നടന്ന സ്ഥലത്ത് ശരിക്കും നോക്ക്, അയാൾ പറഞ്ഞു. ശരിയെങ്കിൽ. രണ്ടുപേരും അപ്പോൾ തന്നെ ബൈക്കിൽ പുറപ്പെട്ടു. അൽഫോൺസാണ് വണ്ടി ഓടിച്ചത്. ഓവർബ്രിഡ്ജ് കയറി മുമ്പോട്ട് ചെന്നപ്പോൾ അയാൾ പെട്ടെന്ന് ബൈക്കിൻ്റെ വേഗത കുറച്ചു. ആ കാർ റോഡിൻ്റെ സൈഡിൽ ചേർന്ന് അപ്പോഴും അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് ഒരു പോലീസുകാരൻ നിൽക്കുന്നു. അൽഫോൺസ് വല്ലാതെ ഭയന്നു പോയി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. പോലീസ് ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു. ജെറിയുടെ തൊണ്ട വരണ്ടു. ബൈക്ക് നിർത്തിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞു പോകുന്നത് പോലീസുകാരൻ കണ്ടാൽ അയാൾക്ക് സംശയമുണ്ടാകും. അൽഫോൺസ് ധൈര്യം സംഭരിച്ച് വണ്ടി വേഗത കൂട്ടി കാറിനെ കടന്നു പോയി. 4-5 കിലോമീറ്റർ ചെന്നപ്പോൾ അൽഫോൺസ് റോഡിൻ്റെ ഓരം ചേർത്ത് ബൈക്ക് നിർത്തി. എന്താ? ജെറി ചോദിച്ചു. നമുക്ക് കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ? ജെറി ഒരു നിമിഷം ആലോചിച്ചു. പീറ്റർ അങ്കിളിനോട് ചോദിച്ചിട്ട് മതി. ചിലപ്പോൾ അവർ ഇതങ്ങ് ഡ്രോപ്പ് ചെയ്താലോ? ജെറി പറയുന്നതിനും കാര്യമുണ്ടെന്ന് അൽഫോൺസിന് തോന്നി. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരൊന്നും കേസുമായിട്ട് മുന്നോട്ട് പോകില്ല. വാർത്തയായ പിന്നെ പെണ്ണിനെ കെട്ടാൻ ആരെങ്കിലും വരുമോ? ശരിയാ, 2-3 ദിവസം വെയിറ്റ് ചെയ്യാം. അൽഫോൺസ് ബൈക്ക് വീണ്ടും മുന്നോട്ടെടുത്തു. കോട്ട് റോഡിലുള്ള അജിത്തിൻ്റെ വക്കീൽ ഓഫീസിൻ്റെ അടുത്ത് 2 കാറുകളും ചെന്ന് നിന്നു. മുന്നിൽ വന്ന കാറിൽ നിന്നും ജയശങ്കറാണ് ഇറങ്ങിയത്. പിന്നിൽ വന്ന കാറിൽ നിന്നും വിജയചന്ദ്രനും. സാർ വരൂ. അദ്ദേഹത്തെയും കൊണ്ട് ജയശങ്കർ ഓഫീസിലേക്ക് കയറി ചെന്നു. അജിത്തിൻ്റെ ഓഫീസ് മുറിയിൽ അയാളുടെ ജൂനിയർ വിവേക് ഉണ്ടായിരുന്നു. മറ്റു ജൂനിയർമാർ ചെറിയ ഹാൾ പോലെയുള്ള വേറൊരു മുറിയിലായിരുന്നു. ഇരുന്നാട്ടെ, ഉപചാരപൂർവ്വം വിവേക് പറഞ്ഞു. സന്ദർശകർക്കുള്ള കസേരകളിൽ ജയചന്ദ്രനും വിജയേന്ദ്രനും ഇരുന്നു. അജിത്തിൻ്റെ റിവോൾവിംഗ് ചെയർ അപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അജിത് സാർ പറഞ്ഞതനുസരിച്ച് പോലീസ് കംപ്ലൈൻറ്റ് ഒരു ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം നടന്ന സ്ഥലം, സമയം, അഡ്രസ്സ്, ഫോൺ നമ്പർ എന്നിവ മാത്രം ഇനി ചേർത്താൽ മതി. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ പരാതിയുടെ ഒരു പ്രിൻ്റ് വിജയേന്ദ്രന് വായിക്കാൻ വിവേക് കൊടുത്തു. വക്കീൽ ഭാഷയിൽ തയ്യാറാക്കിയ ആ പരാതി സമഗ്രവും കുറ്റമറ്റതുമായിരുന്നു. ജയശങ്കർ അത് വായിച്ചു. വിവേക് ആവശ്യപ്പെട്ട വിവരങ്ങൾ മുഴുവൻ വിജയേന്ദ്രൻ പറഞ്ഞു കൊടുത്തു. അതെല്ലാം അയാൾ എഴുതിയെടുക്കുകയും ചെയ്തു. 10 മിനിറ്റിനുള്ളിൽ കംപ്ലൈൻറ്റിൻ്റെ ഫയൽ കോപ്പി റെഡിയായി. സുസ്മിതയ്ക്ക് വേണ്ടി അച്ഛനായ വിജയേന്ദ്രൻ കൊടുക്കുന്ന പരാതിയായിരുന്നു അത്. അദ്ദേഹം അതിലൊപ്പിട്ടു. പോലീസിലുള്ള കോപ്പി ഒരു കവറിലിട്ട് വിവേകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അല്ലാതെ സൂക്ഷിക്കാൻ വേറൊരു കോപ്പിയും. താങ്ക്സ് വിവേക്. ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ജയശങ്കർ പറഞ്ഞു. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ ഒന്ന് വിളിച്ചാൽ മതി, വിവേക് പറഞ്ഞു. ശരി. അവർ പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു വിജയേന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ മതിൽക്കെട്ടിനുള്ളിലേക്ക് കിടക്കുന്നത്. ആ ദുർവിധിയോർത്ത് അദ്ദേഹത്തിന് വിഷമം തോന്നാതിരുന്നില്ല. അവർ ചെന്നപ്പോൾ സ്റ്റേഷനിൽ SI ബിനുലാൽ ഉണ്ടായിരുന്നില്ല. അയാൾ വരുന്നതുവരെ അവർ കാത്തിരിക്കാൻ തയ്യാറായി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ വന്നു. SIയുടെ മുറിയിലേക്ക് വിജയചന്ദ്രനും ജയശങ്കറും ചെന്നു. ഇരിക്കൂ, SI പറഞ്ഞു. ഇരുവരും ഇരുന്നു. കയ്യിൽ കൊണ്ടുവന്ന കവറിൽ നിന്നും കംപ്ലൈൻ്റ് എടുത്ത് SIക്ക് വിജയേന്ദ്രൻ കൊടുത്തു. അയാളത് സശ്രദ്ധം വായിച്ചു. ഇത് ഏത് വക്കീലാണ് തയ്യാറാക്കിയത്? SI ചോദിച്ചു. അഡ്വക്കേറ്റ് അജിത്ത്, ഹീസ് മൈ ബ്രദർ, ജയശങ്കർ പറഞ്ഞു. SI തലകുലുക്കി. ജോർജെ, അയാൾ പിന്നെ റൈറ്ററെ വിളിച്ചു. യൂണിഫോം ധരിച്ച ഒരു മധ്യവയസ്കൻ വന്നു. അയാൾക്ക് SI ആ കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ സീൽ പതിപ്പിച്ച് കംപ്ലൈൻറ്റ് രജിസ്റ്റർ വാങ്ങിയിട്ട് അത് എഴുതി ചേർത്തിട്ട് രസീതുമായിട്ട് റൈറ്റർ വന്നു. SI അത് വാങ്ങി ജയചന്ദ്രന് കൊടുത്തു. ശരി സാർ, വേണ്ടത് ചെയ്യാം. അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമ്പോൾ ഞാൻ അറിയിക്കാം, SI പറഞ്ഞു. താങ്ക് യു. മോളുടെ വിശദമായ മൊഴിയെടുക്കേണ്ടി വരും. ഇപ്പോഴും ഹോസ്പിറ്റലാണോ അതോ? ഉച്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യും, വിജയേന്ദ്രൻ പറഞ്ഞു. ഗുഡ്. ഡോണ്ട് വറി സർ, വി വിൽ ബുക്ക് ദി കോൾപ്രിറ്റ്സ്, SI പറഞ്ഞു. താങ്ക് യു സർ. വിജയേന്ദ്രനും ജയശങ്കരനും പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങി. ജയൻ, ഇനി എങ്ങോട്ടേക്കാണ്? ഹോസ്പിറ്റലിലേക്കോ അതോ വീട്ടിലേക്ക്? ഹോസ്പിറ്റലിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് പോയാൽ മതി. 4 മണിക്കാണ് ഇന്നത്തെ OP ഡ്യൂട്ടി, ജയശങ്കർ പറഞ്ഞു. എങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ. ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. വിജയേന്ദ്രൻ ഹോസ്പിറ്റലിലേക്കും ജയശങ്കർ വസന്ത് നഗറിലുള്ള വീട്ടിലേക്കും പോയി. മൗഷ്മി അന്ന് കോളേജിൽ പോയില്ല.
നിമ്മി മോളെയും കൊണ്ട് അവൾ വീട്ടിലുണ്ടായിരുന്നു. തലേ രാത്രിയിൽ ഉണ്ടായിരുന്ന സംഭവം അവരുടെ പ്ലാൻ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞു. രാവിലെ ഡേ കെയറിൽ നിമ്മി മോളെ കൊണ്ടുവന്നാക്കിയിട്ട് കോളേജിൽ പോകാനായിരുന്നു മൗഷ്മി ഉദ്ദേശിച്ചത്. സുസ്മിതയ്ക്ക് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ച സ്ഥിതിക്ക് കോളേജിൽ പോകുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. നിമ്മി മോൾ വീട്ടിലുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് സുസ്മിതയെ കാണാനും കഴിഞ്ഞില്ല. എന്തായി കാര്യങ്ങൾ? ജയശങ്കർ വന്നപ്പോൾ അവൾ ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു. കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആദ്യത്തിൻ്റെ തീരുമാനം. അത് ചെയ്തത് ആരായാലും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നാണ് അവൻ പറയുന്നത്. അവൻ വക്കീലല്ലേ മൗഷ്മി, അങ്ങനെ തന്നെ ചിന്തിക്കൂ, ജയശങ്കർ പറഞ്ഞു. ശരിയാണ്, പക്ഷേ ഇൻവെസ്റ്റിഗേഷനും ട്രയലും ഒക്കെ വളരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതെല്ലാം അവസാനിക്കാതെ നമുക്ക് വല്ല മനസ്സമാധാനം കിട്ടുമോ ചേട്ടാ? അത് ശരിയാണ്, പക്ഷെ ആ കുട്ടിയുടെ വീട്ടുകാർ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? രണ്ടുപേരും അല്പമൊന്നും മിണ്ടിയില്ല. നിമ്മിമോള് ടി വിയിൽ കാർട്ടൂണിൽ ലയിച്ചിരിക്കുകയാണ്. എനിക്ക് ഹോസ്പിറ്റലൊന്ന് പോകണം. ഇത്രയുമായിട്ട് ഞാനൊന്ന് ചെന്നില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? മൗഷ്മി പറഞ്ഞു. എന്നാൽ വേഗം പോയിട്ട് വാ, അവർ ചിലപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് ഡിസ്ചാർജ് ആകും. മോള് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ആപ്പിൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായി മുറിച്ച് കഷ്ണങ്ങളാക്കി കൊടുത്താൽ അവൾ തിന്നും. കൊടുക്കാം. വെള്ളം വേണമെന്ന് പറഞ്ഞാൽ പാല് കൊടുത്താൽ മതി. പാവം കുഞ്ഞാണ്, നിർബന്ധങ്ങളൊന്നുമില്ല, മൗഷ്മി പറഞ്ഞു. വളർന്ന ചുറ്റുപാട് അത്തരത്തിലുള്ളതാണല്ലോ. സ്വന്തം നിബന്ധനകൾ സാധിച്ചു കിട്ടില്ലെന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുമ്പോൾ കുഞ്ഞുങ്ങളത് ഉപേക്ഷിക്കും, ജയശങ്കർ പറഞ്ഞു. എന്ന് വിചാരിച്ച് കുഞ്ഞൊരാഗ്രഹം പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ശരിയാണ്, പക്ഷെ അതൊന്നും അല്ലല്ലോ നമ്മുടെ മുന്നിലുള്ള വിഷയം. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. അജിത്ത് വരുമ്പോൾ അവൻ്റെ കല്യാണം കഴിയുന്നവരെ കുഞ്ഞിനെ നമുക്ക് എവിടെയെങ്കിലും മാറ്റി നിർത്തണം, ജയശങ്കർ പറഞ്ഞു. നമ്മളൊരു ശ്രമം നടത്തി പരാജയപ്പെട്ടതല്ലേ ചേട്ടാ? അയാൾ ഒരു നിമിഷം നിശബ്ദനായിരുന്നു. ഈ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെ വളരേണ്ടതാണ്. ഇനി എങ്ങോട്ടും ഇതിനെ മാറ്റുന്നില്ല. വരുന്നത് വരട്ടെ. നിവൃത്തിയില്ലെങ്കിൽ എല്ലാം അവനോട് തുറന്നു പറയും. അവൻ അറിയട്ടെ ഇതവൻ്റെ കുഞ്ഞാണെന്ന്, ജയശങ്കർ പറഞ്ഞു. മൗഷ്മി ഒന്ന് നെടുവീർപ്പെട്ടു. എന്തു വന്നാലും നിമ്മി മോളെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവളെ ദൈവം തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതാണ്. അവൾ ഞങ്ങളുടെ മോളാണ്. മൗഷ്മി വേഷം മാറാനായി ബെഡ്റൂമിലേക്ക് പോയി. വാതിലിൽ ആരോ മുട്ടി. വിധുബാല ചെന്ന് കതക് തുറന്നു. വെളിയിൽ നേഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. ബില്ല് തരാൻ വന്നതാണ്. അവൾ കയ്യിലിരുന്ന കടലാസ് വിധുബാലയ്ക്ക് കൊടുത്തു. വിജയേട്ടൻ ഇപ്പോൾ വരും, വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തോളാം. അത് മതി മാഡം. നേഴ്സ് പോയി. വാതിലടച്ച് സുസ്മിത അടുത്തേക്ക് വിധുബാല വന്നു. രാവിലെ തന്നെ അവളെ വേറൊരു മുറിയിലേക്ക് മാറ്റിയിരുന്നു. എൻ്റെ ബാഗ് കാറിലാണല്ലോ ആൻറ്റി. ഫോണും പേഴ്സും ATM കാർഡും ഒക്കെ അതിനുള്ളിലാണ്, സുസ്മിത പറഞ്ഞു. ആ തെമ്മാടികൾ എന്തൊക്കെ എടുത്തുകൊണ്ടിരിക്കൊണ്ടോയി കാണുന്ന ആർക്കറിയാം, ദുഃഖത്തോടെ വിധുബാല പറഞ്ഞു. കാറിന് എപ്പോൾ കിട്ടുമോ എന്തോ. എന്തായാലും വിജയേട്ടൻ വരട്ടെ. ശ്രീലക്ഷ്മിയും മനോജും ഒക്കെ എന്നെ വിളിച്ചു കാണും, വീട്ടിലെത്തിയോന്നറിയാൻ. റീപ്ലൈ കിട്ടാത്തപ്പോൾ അവർ ചിലപ്പോൾ അന്വേഷിച്ച് വരുമെന്നാണ് എൻ്റെ പേടി. ആരോടും ഒന്നും പറയണ്ട മോളെ, അവർ അറിയണം ആൻറ്റി. അതിൽ കുഴപ്പമൊന്നുമില്ല. അവരുടെ നാവിൽ നിന്നും ഒന്നും പുറത്തു പോവുകയില്ല. വിധുബാല ഒന്നും മിണ്ടിയില്ല. രാകേഷ് തക്ക സമയത്ത് അവിടെ വന്നതാണ് ഇപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് ഇതുപോലെ ആൻറ്റിയോട് സംസാരിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ? അവളുടെ ചോദ്യം കേട്ട് വിധുബാല ഞെട്ടി. കൊല്ലാൻ പോലും മടിച്ചെന്ന് വരില്ല നാരാധമന്മാർ. പത്രത്തിൽ എന്തെല്ലാം തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ബില്ലിൻ്റെ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും അല്ല ആൻറ്റി? സുസ്മിത ചോദിച്ചു. പോകാൻ പറ്റും മോളെ. വീട്ടിൽ ചെന്ന് എനിക്ക് വൃത്തിയായിട്ടൊന്ന് കുളിക്കണം, എങ്കിലേ എൻ്റെ ശരീരം ശുദ്ധമാകൂ. എത്രയും വേഗം നമുക്കിവിടുന്ന് പോകണം. അപ്പോഴേക്കും വാതിലിൽ മുട്ടുകേട്ടത്. വിധുബാല ചെന്ന് വാതിൽ തുറന്നു. വിജയേന്ദ്രനാണ് വന്നത്. സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനി ബാക്കി കാര്യങ്ങൾ പോലീസ് ചെയ്തോളൂ, അദ്ദേഹം പറഞ്ഞു. അച്ഛൻ്റെ കാറ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. FIR തയ്യാറാക്കി കഴിഞ്ഞിട്ടേ വണ്ടി കിട്ടാൻ സാധ്യതയുള്ളൂ. മോളുടെ ബാഗ് കാറിലാണ്, അതവിടെ തന്നെ കാണും. പോലീസ് കാവലുണ്ടായിരുന്നല്ലോ. വിധുബാല ബില്ലെടുത്ത് വിജയേന്ദ്രന് കൊടുത്തു. ഞാൻ പണം അടച്ചിട്ട് വരാം. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്താണ് മൗഷ്മി വന്നത്. സുസ്മിത. അവൾ സുസ്മിതയുടെ കൈ കവർന്നു. ആൻറ്റി, അറിഞ്ഞപ്പോൾ തന്നെ വരണമെന്നുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ടാണ് മടിച്ചത്. തന്നെയല്ല, ജയശങ്കർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് സാരമല്ല മൗഷ്മി. ജയശങ്കർ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു ചേച്ചി.
ദൈവാധീനമുണ്ട്. അല്ലായിരുന്നെങ്കിൽ സംഭവിച്ചൊക്കെ വിധുബാലയിൽ നിന്നും മോഷ്മി ചോദിച്ചു മനസ്സിലാക്കി. ആരാണിത് ചെയ്തതെന്ന് സുസ്മിതയ്ക്ക് എന്തെങ്കിലും ഊഹം? ഇല്ല ആൻറ്റി, ഐ എം ടോട്ടലി ബ്ലാങ്ക് അബൌട്ട് ദാറ്റ് ഇൻസിഡൻസ്. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും വിജയേന്ദ്രൻ വന്നു. നമുക്കിതിനി പോകാം, അദ്ദേഹം പറഞ്ഞു. എടുക്കാൻ വിധുബാലയ്ക്ക് ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുസ്മിതയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മോഷ്മി ചോദിച്ചു. ഇല്ല ആൻറ്റി, ഞാൻ കൂടി വരാം വീട്ടിലേക്ക്. വേണമെന്നില്ല മോഷ്മി, സൗകര്യം പോലെ വേറൊരു ദിവസം വന്നാലും മതി, വിധുബാല പറഞ്ഞു. വിജയേന്ദ്രൻ കാറെടുത്ത് കൊണ്ടുവന്ന് ആശുപത്രിയുടെ പോർച്ചിൽ നിർത്തി. വിധുബാലയും സുസ്മിതയും ബാക്ക് സീറ്റിൽ കയറി. മോഷ്മി വണ്ടിയിലല്ലേ വന്നത്? വിജയേന്ദ്രൻ ചോദിച്ചു. അതെ സാർ, അവിടെ പാർക്ക് ചെയ്തിരിക്കുക. ശരി, ഞങ്ങൾ പോട്ടെ. ശരി സാർ, വിളിക്കാം. വീട്ടിലേക്കുള്ള യാത്രയിൽ സുസ്മിത കണ്ണുകൾ അടച്ചിരുന്നു. ഒരു പകലും രാത്രിയും മാത്രമേ വീട്ടിൽ നിന്നും വിട്ടുനിന്നുള്ളൂ. പക്ഷെ ഒരു നീണ്ട കാലത്തിന് ശേഷമാണ് തിരിച്ചു ചെല്ലുന്നതെന്ന് അവൾക്ക് തോന്നി. വീട്ടുമുറ്റത്ത് നിന്ന് കാറ് നിന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് വിധുബാല ബാഗിൽ നിന്നും താക്കോലെടുത്ത് മുൻവാതിൽ തുറന്നു. സുസ്മിത അവളുടെ മുറിയിലേക്ക് പോയി. മോളൊന്നും കഴിച്ചാലല്ലോ വിധു, മോള് കുളിച്ചിട്ട് വരുമ്പോൾ എന്തു കൊടുക്കും? വിജയേന്ദ്രൻ ചോദിച്ചു. അതേക്കുറിച്ചോർത്ത് വിജയേട്ടൻ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. വിധുബാല തിടുക്കത്തിൽ കിച്ചണിലേക്ക് പോയി. 1 മണിക്കൂറിലേറെ സമയമെടുത്തു സുസ്മിത കുളിച്ചു വന്നപ്പോൾ. തേങ്ങാ ചട്നിയും ചൂട് നെയ്റോസ്റ്റും വിധുബാല അവൾക്ക് കൊടുത്തു. 4 മണി കഴിഞ്ഞപ്പോൾ വിജയേന്ദ്രൻ എസ് ഐ ബിനുലാലിൻ്റെ കോൾ വന്നു. കാറ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് സാറിന് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാം. അതിനുള്ളിൽ മോളുടെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. അതൊക്കെ സേഫായിട്ട് തന്നെ കാറിലുണ്ടായിരുന്നു. താങ്ക് യു സാർ. ഇപ്പോൾ കുട്ടി എവിടെയാണ്? ഹോസ്പിറ്റലിലോ വീട്ടിലോ? ഉച്ചയായപ്പോൾ വീട്ടിലെത്തി. ഓക്കെ, ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട്. കുട്ടിയുടെ വിവരങ്ങൾ ചോദിച്ചറിയാൻ തന്നെയാണ്. അവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? യെസ്. 1/2 മണിക്കൂർ കഴിഞ്ഞ് പോലീസ് ജീപ്പ് ഗേറ്റ് കടന്നു വന്നു. അധ്യായം 25. പോലീസ് ജീപ്പ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് വിജയേന്ദ്രൻ വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചത്. ജീപ്പിൽ നിന്നും എസ് ഐ ബിനുലാലാണ് ഇറങ്ങിയത്. അയാൾ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. എന്താണ് സാർ? വിജയേന്ദ്രൻ ചോദിച്ചു. കാറിനുള്ളിൽ നിന്നും ഒരു ഗോൾഡ് ഓർണമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. മോളുടെ എന്തെങ്കിലും ആഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ബിനുലാൽ ചോദിച്ചു. വിജയേന്ദ്രൻ ഒന്ന് സംശയിച്ചു. എന്തെങ്കിലും നഷ്ടപ്പെട്ടതായി സുസ്മിത ഇതുവരെ പറഞ്ഞിട്ടില്ല. അറിയില്ല സാർ, മോളോട് ചോദിക്കാം. സാർ ഇരിക്കൂ, അദ്ദേഹം പറഞ്ഞു. ബിനുലാൽ തലകുലുക്കി. വിജയേന്ദ്രൻ അകത്തേക്ക് പോയി. സിറ്റൗട്ടിൽ ചൂരൽ കസേരയിലുണ്ടായിരുന്നെങ്കിലും ഇൻസ്പെക്ടർ ഇരുന്നില്ല. ഡൈനിങ് റൂമിൽ വിധുബാല ഉണ്ടായിരുന്നു. എസ് ഐ വന്നിട്ടുണ്ട്. മോളുടെ ഓർണമെൻറ്റ്സ് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നു. അവൾ ഒന്നും പറഞ്ഞില്ലല്ലോ. സുസ്മിതയുടെ മുറിയിലേക്ക് അവൾ ചെന്നു. എന്താ ആൻറ്റി? അവൾ തിരുക്കി. വിധുബാല കാര്യം പറഞ്ഞു. കാതുകളിൽ 2 ലോലാക്കുകളും കഴുത്തിലൊരു ചെയിനും അല്ലാതെ അവൾ വേറെ ഒരു ആഭരണവും ധരിച്ചിരുന്നില്ല. വലത് കൈവിരൽ വെള്ളക്കല്ല് പതിപ്പിച്ച ഒരു മോതിരം ഉണ്ടായിരുന്നു. ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. വിജയേന്ദ്രൻ ചെന്ന് ബില്ലാലിനെ അക്കാര്യം അറിയിച്ചു. കുട്ടിയൊന്ന് വിളിക്കൂ, അയാൾ ആവശ്യപ്പെട്ടു. സുസ്മിത സിറ്റൗട്ടിലേക്ക് ചെന്നു. ബിനുലാൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കടലാസ് കവർ എടുത്തു. അതിനുള്ളിൽ ഒരു സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. ഇത് കുട്ടിയുടേതാണോ? ബ്രേസ്ലെറ്റ് എടുത്ത് അതിൻ്റെ ഒരറ്റത്ത് 2 വിരലുകൾ കൊണ്ട് തൂക്കിപ്പിടിച്ച് അയാൾ ചോദിച്ചു. ഊരിപ്പോയ നിലയിലായിരുന്നു അത്. അല്ല, സുസ്മിത പറഞ്ഞു. മുൻപ് ഇത് ആരുടെയെങ്കിലും കയ്യിൽ അണിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. ഇൻസ്പെക്ടർ അത് വീണ്ടും കവറിനുള്ളിലാക്കി. കാറിനുള്ളിൽ നിന്നും കിട്ടിയതാണ്, ബാക്ക് സീറ്റിൻ്റെ താഴെ നിന്ന്. അപ്പോൾ അത് സംശയഭാവത്തിൽ വിജയേന്ദ്രൻ അയാളെ നോക്കി. യെസ്, ആ 2 പേരിൽ ഒരാളുടേതാകാനാണ് ഈ ബ്രേസ്ലെറ്റ്. ഏതായാലും ഇതൊരു പിടിവള്ളിയാണ്. എത്രമാത്രം ഇത് പ്രയോജനപ്പെടുമെന്ന് അറിയില്ല. ശരി സാർ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം. ഇൻസ്പെക്ടർ യാത്ര പറഞ്ഞ് ജീപ്പിൽ കയറിപ്പോയി. എന്തായാലും അവർ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്, വിജയേന്ദ്രൻ പറഞ്ഞു. അതെ വിജയേട്ടാ, പക്ഷേ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയതുകൊണ്ട് മാത്രം അവരെങ്ങനെ കണ്ടുപിടിക്കാനാ? എനിക്ക് വിശ്വാസമില്ല, വിധുബാല പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല വിധു. പോലീസിന് അവരുടേതായ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സ് ഉണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സുസ്മിത വീണ്ടും അവളുടെ മുറിയിലേക്ക് പോയി. വിധുബാല പിന്നാലെ ചെന്നു. അവരെ കണ്ട ഇനി നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ മോളെ? പറ്റുമെന്ന് തോന്നുന്നു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അവരെ കണ്ടതല്ലേ. കൂട്ടുകാരികൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ, അവരോട് പറയണ്ടേ? വിധുബാല ചോദിച്ചു. പറയണം. ശ്രീലക്ഷ്മിയോടും ഇന്ദുവിനോടും മനോജിനോടും ജ്യോതിയോടും എല്ലാം പറയണം. അവരതൊക്കെ അറിഞ്ഞിരിക്കണം.
ഗുരുവായൂർ യാത്രയെക്കുറിച്ച് പോലീസ് ചോദിക്കാതിരിക്കില്ല. കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയുമ്പോൾ അവരെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചെന്നിരിക്കും. അപ്പോൾ നേരത്തെ തന്നെ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണമല്ലോ. മൊബൈൽ കാറിനുള്ളിലല്ലേ, അത് കിട്ടാതെ അവരെ വിളിക്കാൻ പറ്റില്ലല്ലോ ആൻറ്റി. ശരി, വിജയേട്ടനോട് പറയാം. വിധുബാല ചെന്ന് വിജയേന്ദ്രനോട് കാര്യം പറഞ്ഞു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വീണ്ടും കാണാം. കോൾഡൊക്കെ നന്നായി ബാധിച്ചിട്ടുണ്ട്, ശബ്ദം വല്ലാതെ ഇടറുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. വീണ്ടും കാണാം.